ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. എന്നെ ചെണ്ടുമല്ലി എന്ന പേരിലും ബന്ദി എന്ന പേരിലൊക്കെ ആളുകൾ വിളിക്കും കേട്ടോ. കൂടുതലായിട്ടും എന്നെ ആവശ്യം ഓണസമയത്ത് തന്നെയാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാ കാലത്തും എനിക്ക് നല്ല മാർക്കറ്റാണ്. അപ്പോൾ കേരളത്തിൽ ഈ ബന്ദി കൃഷി അല്ലെങ്കിൽ ചെണ്ടുമല്ലി എന്നറിയപ്പെടുന്ന എന്നെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായി. ഒക്കെ നാടൻ ഇനങ്ങളായിരുന്നു. ഇപ്പോൾ ഹൈബ്രിഡ് ഇനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മഞ്ഞ, ഓറഞ്ച്, വെള്ള, പിന്നെ ഗോൾഡൻ മിക്സഡ് കളറിലുള്ള ചെടികളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പൂവിടണമെങ്കിൽ അത് ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ കുഴിച്ചിടണം. എപ്പോൾ കുഴിച്ചിടണം എന്ന് പറഞ്ഞാൽ അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ കൃത്യമായി കുഴിച്ചിട്ട് കഴിഞ്ഞ്, അത് മാത്രം പോലെ ഞങ്ങളുടെ തലപ്പൊന്ന് നുള്ളണം. ഞങ്ങൾ ഒരു തല മാത്രമുള്ള ജീവിതമല്ല, അനേകം തലകളുണ്ടാകുന്ന ജീവിതമാണ്. അപ്പം ഞങ്ങളുടെ തലപ്പ് ഒരു തവണ നുള്ളിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ 10-50 തലകളിലേക്ക് മാറും. ഇത് മാത്രം പോരാട്ടോ, ഞങ്ങളെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട ആഹാരം പൊടിയായിട്ടും തരിയായിട്ടും വെള്ളമായിട്ടും ഇലകളിലൂടെയും വേരുകളിലൂടെയൊക്കെ നൽകണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞങ്ങളുടെ വേരുപടലങ്ങൾക്ക് നല്ല ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് വാമും ഫോസ്ഫറസ് വളങ്ങളും കൃത്യമായി തരണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല വേരുണ്ടാക്കും. വേരുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളോടൊരു നന്ദി പ്രകടനമുണ്ട്. അതായത് നിങ്ങൾ തരുന്ന ആഹാരം, വളങ്ങൾ മുഴുവൻ ഞങ്ങൾ ആ വേരിലൂടെ വലിച്ചെടുക്കും. പിന്നെ വാമിൻ്റെ ഗുണങ്ങളെ കൊണ്ട് ഞങ്ങളെ വേര് ഒരു പട്ടാള ക്യാമ്പ് പോലെയാണ്. ഒരു ശത്രുക്കളും അതിലേക്ക് കടക്കില്ല. അങ്ങനെ നിങ്ങൾ തരുന്ന നല്ല ആഹാരമൊക്കെ തന്ന് ഞങ്ങൾ നന്നായി വളരും. എന്നാൽ ചില ആളുകളുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ഒരു ദിവസം കുറച്ച് വളം തരും, പിന്നെ അവർക്ക് സൗകര്യമുള്ളപ്പോൾ തരും. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞങ്ങൾ സൗകര്യമുള്ളപ്പോൾ വളരും. അത് പോരാ, ഞങ്ങൾക്ക് കൃത്യമായ ആഹാരം തരണം. അത് വെള്ളമായിട്ടും പൊടികളായിട്ടും തരികളായിട്ടൊക്കെ കിട്ടണം. അങ്ങനെ നിങ്ങൾ ഞങ്ങളെ നന്നായിട്ട് ശുശ്രൂഷിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ തവണ ഞങ്ങളുടെ തൂമ്പ് നുള്ളിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊമ്പും ചില്ലകളും കൊണ്ട് നിറഞ്ഞു വളരും. അങ്ങനെ നിറഞ്ഞു വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുക എന്താ അറിയോ, ഇത്ര കാലം ഞങ്ങൾ നന്നായിട്ട് വളർന്നില്ലേ, ഇനി ഞങ്ങൾക്ക് പൂവിടണം. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം ഞങ്ങളോട് ഒരു പൂക്കാലം തരുമോ എന്ന്. അങ്ങനെ ആ ചോദ്യം കേട്ടാൽ ഞങ്ങൾ പൂവിടാനുള്ള ആഗ്രഹം ഞങ്ങളും പ്രകടിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ മറക്കാൻ പാടില്ല. പൂവിടാൻ വേണ്ട വളങ്ങളായിട്ടുള്ള പൊട്ടാഷ് മിശ്രിതങ്ങളും അതിനു വേണ്ട ആഹാര രൂപത്തിൽ ഇലകളിലും വേരുകളിലും തളിക്കാനുള്ള വളങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരിക. നിങ്ങളുടെ ആ വരവ് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ്. അങ്ങനെ നിങ്ങൾ തരുന്ന ആ നല്ല ആഹാരം കൃത്യസമയത്ത് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് രാവിലെ ഭക്ഷണം കൃത്യസമയത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ കൊടുക്കില്ലേ? അല്ല, രാവിലത്തെ ഭക്ഷണം ഉച്ചയാകുമ്പോഴും ഉച്ചയ്ക്കത്തെ ഭക്ഷണം വൈകുന്നേരം ആകുമ്പോഴും രാത്രി ഭക്ഷണവും കൊടുക്കാണ്ടിരിക്കുമോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ മക്കളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങളെയും പരിചരിക്കുക. അങ്ങനെ നിങ്ങളുടെ പരിചരണം നന്നായി കഴിഞ്ഞാൽ നിങ്ങളോട് ഞങ്ങൾ നന്നായിട്ട് നന്ദി പ്രകടിപ്പിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ പൂ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഞങ്ങളെ പരിചരിക്കുക. അങ്ങനെ പരിചരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ തലപ്പുനുള്ളൽ കഴിഞ്ഞ് നിങ്ങളുടെ പൂവിടാനുള്ള ആഹാരം കൂടി ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങളിൽ ചെറിയ ചെറിയ മൊട്ടുകൾ വരാൻ തുടങ്ങും. ആ മുട്ടുകൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമാണ്. ആദ്യത്തെ മുട്ടുകൾ ഞങ്ങൾ നിങ്ങളോട് പറയുക, ആദ്യം കാണുന്ന ആ മുട്ടുകൾ വളരാൻ പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ അത് വലിയ പൂവുണ്ടായി വരും. അടുത്ത പൂവിലേക്കുള്ള ആഹാരം കുറയും. അതുകൊണ്ട് ആദ്യം കാണുന്ന ഞങ്ങളുടെ മുട്ടുകളെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ മുട്ടുകളൊക്കെ ഒന്ന് മുറിച്ച് കളയുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കൃത്യമായ വളങ്ങളും വെള്ളവും എല്ലാം പരിചരണം വേണം. പിന്നെ മറ്റൊരു കാര്യട്ടാ,
ചില വീട്ടിൽ രക്ഷിതാക്കൾ കുട്ടികളെ പുറത്തിറക്കാതെ കാറ്റും മഴയും വെയിലും ഒന്നും കൊള്ളിക്കാതെ ഉള്ളിൽ തന്നെ അടച്ചുപൂട്ടി വളർത്തും. അങ്ങനെ വളർത്തുന്ന കുട്ടികൾക്ക് പ്രതിരോധശേഷി ഉണ്ടാവില്ല. അതേപോലെ പെട്ടെന്ന് വെയിലത്ത് കെട്ടുമ്പോൾ വാടിപ്പോവുകയും ചെയ്യും. ഇതുപോലെ ഞങ്ങൾക്ക് ഇത് പറ്റില്ല കേട്ടോ. ഞങ്ങൾക്ക് പുറത്ത് തന്നെ ജീവിക്കണം. നല്ല വെയിലും നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഉള്ള മഴയൊക്കെ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ വെച്ചാൽ മതി. ഞങ്ങൾക്ക് ജലദോഷം വരുമെന്നൊക്കെ കരുതിയിട്ട് നിങ്ങളിത് എടുത്തിട്ട് സൺഷെയ്ഡിലേക്കോ കാർ പോർച്ചിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഞങ്ങൾക്ക് ക്ഷീണം വരിക. കാരണം നിങ്ങളെപ്പോലെയുള്ള ഞങ്ങൾ കൂടുതലായിട്ട് ആഹാരം സ്വീകരിക്കുന്നത് നമ്മളെ സൂര്യൻ്റെ അടുത്തുനിന്നാണ്. അപ്പോൾ സൂര്യൻ ഞങ്ങൾക്ക് ആഹാരം ഇങ്ങനെ തരുമ്പോൾ നിങ്ങളത് ഒഴിവാക്കി തരാൻ പറ്റില്ലല്ലോ. നിങ്ങൾ തരുന്ന ആഹാരം മാത്രം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വളർന്ന് ഓണത്തിനോട് അടുപ്പിച്ച് വരുന്ന സമയത്ത് മുട്ടുകൾ വരും. ആ മുട്ടുകൾ വരുമ്പോൾ പുഴുക്കൾ വരും. കുറച്ചൊക്കെ പുഴു തിന്നോട്ടെ, പുഴുവിനെ നിങ്ങൾ പെറുക്കിയെടുത്ത് നശിപ്പിച്ചാൽ മതി. പിന്നെ കിളികളൊക്കെ വന്ന് ഞങ്ങളുടെ മേലെ ഇരിക്കുന്ന പുഴുവിനെയൊക്കെ കൊത്തിക്കൊണ്ടുപോകണം ഞങ്ങൾ തന്നെ സ്ഥിരം കാണാറുണ്ട്. പിന്നെ എട്ടുകാലികളൊക്കെ അതുമ്പോൾ കാണുമ്പോൾ നിങ്ങളത് പൊളിച്ചിടരുത്. ആ എട്ടുകാലികൾ ഇതിലെ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെയൊക്കെ പിടിച്ച് തിന്നാറുമുണ്ട്. കുറച്ചൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അങ്ങനെ അതിൽ മുട്ട് വന്ന് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ആ മുട്ടിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആകുമ്പോൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആനന്ദമല്ലേ, ഞങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ ഞങ്ങളെ ഒന്ന് വന്ന് തൊട്ട് തലോടി ഒന്ന് മെല്ലെ ചെടികളുടെ അടുത്തൊക്കെ പോയി ഒരു വിശേഷങ്ങളൊക്കെ ചോദിച്ച് നന്നായി പൂക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഞങ്ങളുടെ ഉത്തേജന ഔഷധം. അല്ലാതെ ഞങ്ങൾക്ക് തരുന്ന പൂടാൻ വേണ്ട മരുന്നുകളോ വളങ്ങളോ വെള്ളമോ അതിനേക്കാൾ നിങ്ങളടുത്ത് വന്നൊന്ന് പരിചരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് പൂവിടാനുള്ളൊരു ആഗ്രഹം കൂടുക, ആ മുട്ട് വിടരാനുള്ള ആഗ്രഹം കൂടുക. നിങ്ങളൊരു പൂ മാത്രം ചോദിച്ചാൽ ഞങ്ങളൊരു പൂക്കാലം നിങ്ങൾക്ക് തരും. അപ്പോൾ ഞങ്ങൾക്ക് മുട്ട് വന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ പരിചരണം നിർത്തരുത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട വെള്ളം വളമൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് തന്നോളൂ. നന്നായിട്ട് പൂവിട്ട് തരാം. പിന്നെ ചില സമയത്ത് ചില കീടാക്രമണം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കി, അത് ഞങ്ങൾക്കൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ കയ്യിൽ തന്നെ. അതിനു വേണ്ട സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തിയിട്ട് ചെയ്തു തരിക. അപ്പോൾ ഞങ്ങളുടെ കഥ അവിടെ തൽക്കാലം ഒന്ന് നിർത്തുകയാണ്. ഇനി ഞങ്ങൾ പൂവിട്ടിട്ട് ആ പൂക്കാലത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ചെണ്ടുമല്ലി.